ഈ ഭാഗമായിരുന്നു ഇളങ്ങിണ്ടായിരുന്നു. ഈ താക്കോല് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ റൈഡിങ് വീഡിയോ റിലേറ്റീവ് വീഡിയോസ് ഒന്നുമല്ല. ഹിമാലയൻ്റെ ടാങ്ക് കഴിഞ്ഞ വട്ടം വട്ടവടയിൽ റൈഡ് പോയപ്പോൾ അത് ജസ്റ്റ് വണ്ടി ഒന്ന് വീണ് ഞളങ്ങി പോയിട്ടായിരുന്നു. ചെറിയൊരു ഞളക്കായിരുന്നു. പിന്നീട് നമുക്ക് അത് ശരിയാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പിന്നീട് നമുക്ക് അവിടെ ആ ഭാഗത്ത് ചെറുതായിട്ട് തുരുമ്പ്, ഞളങ്ങി ചെറുതായിട്ട് തുരുമ്പൊക്കെ പിടിക്കാൻ തുടങ്ങി. ഭയങ്കര വണ്ടി കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അപാകതയൊക്കെ പോലെ തോന്നി. അപ്പോൾ നമ്മൾ പുതിയ ടാങ്കൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം പ്രൈസ് വരുന്നത് 7500 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഞളക്കത്തിന് വേണ്ടി പുതിയ ടാങ്കൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ടാങ്ക് പണിത് റെഡിയാക്കാൻ പോവുകയാണെന്നാണ്. അപ്പോൾ എത്ര റേറ്റ് വരും നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് നോക്കാം എത്ര റേറ്റ് എന്ന് വെച്ചാൽ 7000 സംതിങ് എന്തെങ്കിലും അത്ര എത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ പെയിൻ്റ് അടിക്കണമെന്ന് കുറേ ആൾ വിചാരിക്കുന്നുണ്ടായി. കാരണം കുറേ റൈഡൊക്കെ പോയിട്ട് മുന്നേ ചെറിയ ചെറിയ സ്ക്രാച്ചും വരകളൊക്കെ വന്നിട്ടുണ്ടായി ടാങ്ക്. അപ്പോൾ ടാങ്ക് ഭയങ്കര അലമ്പായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടാങ്ക് പണിത് സെറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ടാങ്ക് നമ്മളത് നിവർത്താൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചാലക്കുടിയിൽ KSRTC സ്റ്റാൻഡ് അവിടെ ഉണ്ണിച്ചേട്ടന്റെ കടയിലാണ്. കാരണം ഞാൻ ചാലക്കുടിയിൽ ചോദിച്ചപ്പോൾ ആളാണ് അത്യാവശ്യം നല്ല രീതിക്ക് പണിത് കൊടുക്കണമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ആളെടുത്ത് പോയി കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കട. അപ്പോൾ നമ്മുടെ ടാങ്ക് ഇത് എവിടെ ഇരിക്കുന്നത് ചിക്കപ്പ പൊന്തിച്ചറ. ഇതാണ് എൻ്റെ അസിസ്റ്റന്റ് ചിക്കപ്പൻ. അവിടെ കൊണ്ടുവച്ചോ ചേട്ടാ, ഇവിടെ വെച്ചാ പോരെ. ഇവിടെയാണ് നമ്മുടെ ടാങ്ക് നിവർത്താൻ കൊടുക്കണ ഫസ്റ്റ് ടൈം. നാളത്തേക്കല്ലേ തരാം. ഇതിങ്ങനെ നിവർത്തല് മാത്രമേ ഉള്ളൂ. പുട്ടിയൊക്കെ ഇടുന്നതൊക്കെ നമ്മൾ പെയിന്റ് കടികള് അത് നമ്മൾ ചെയ്യണല്ലേ നിവർത്തി. അപ്പോൾ ഇതാണ് ഉണ്ണിച്ചേട്ടൻ. നാളെ നമുക്കത് നിവർത്തി തരില്ലേ? ഓക്കെ, അപ്പം നമുക്ക് നാളെ വന്ന് ബാക്കി ടാങ്കിന്റെ വിശേഷം കാണാം. അപ്പൊ നമ്മുടെ ടാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കൊടുത്താണ് നമ്മള്. അപ്പൊ ഇന്ന് ടാങ്ക് റെഡിയാക്കി നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ടാങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, നമ്മുടെ ഈ ഭാഗമായിരുന്നു ഇളങ്ങിണ്ടായിരുന്നു. ഈ ഭാഗം ആള് നിവർത്തി വന്നു. ബാക്കിയൊക്കെ കറക്റ്റ് ലെവലായിട്ട് തന്നെ ആള് നിർത്തി വന്നത്. കാരണം അടിപൊളി പണിയാണ് കേട്ടോ. നമ്മൾ ഇത് വാങ്ങാൻ ചെന്നപ്പോൾ ഉണ്ണിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, ആളുണ്ടായില്ല. അപ്പോൾ അവിടുത്തെ ചേട്ടൻ മാത്രം, വേറെ ചേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് വാങ്ങി വണ്ടി കയറ്റി. ഇനി നമുക്ക് ഇത് പെയിന്റ് അടിക്കാനാണ് കൊടുക്കാൻ പോണേ. പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഇവിടേക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പെയിന്റ് അടിക്കണം. ആകെ പെയിന്റിന്റെ കളറൊക്കെ ടാങ്കിന്റെ കളറൊക്കെ ആകെ മങ്ങിപ്പോയി. പിന്നെ പെയിന്റ് അടിക്കുമ്പോൾ ഇതൊക്കെ പോവും. ഈ സ്റ്റിക്കർ വർക്കൊക്കെ എന്തായാലും പോവും. ഇനി നമുക്കത് വേറെ അടിക്കാൻ പറ്റാമെന്നുണ്ടെങ്കിൽ അത് വേറെ അടിക്കണം. ഇല്ലെങ്കിൽ ഫുൾ ടാങ്ക് മൊത്തം ഈ ഒറ്റ കളറായിരിക്കും. എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം നമുക്ക്. എന്തായാലും ഇനി നമുക്ക് അടുത്ത് പെയിന്റ് അടിക്കാൻ കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ടാങ്ക് നിവർത്തി കിട്ടി. നമ്മളിപ്പോൾ അത് ഇനി പെയിന്റ് അടിക്കാൻ കൊണ്ടുപോകാൻ പോവാണ്. അപ്പം നമ്മൾ പെയിന്റ് അടിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ കനകമലയുള്ള രാകേഷന്റെ അടുത്താണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിട്ടിരിക്കണേ. ചെറിയൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, ചെറിയൊരു ഭാഗമായിട്ട്. അപ്പോൾ ഇതാണ് ടാങ്ക് നമ്മുടെ നിവർത്തിയത്. ഇത് ഇനി എന്തിട്ട് പാച്ച് ചെയ്യണോ? പാച്ച് ചെയ്യണ്ടല്ലോ, ഡയറക്റ്റ് പെയിന്റ്. ഇത് മൊത്തം കളയില്ലേ? ഇത് ഉറച്ചെഴുകും. അത് കുട്ടിയല്ലേ? എന്നൊക്കെ കിട്ടാ അടുത്ത എത്ര തീയതി? ഏകദേശം 3-4 ദിവസത്തിന്. ഓക്കെ. താക്കോല് എടുക്കണെങ്കിൽ പിന്നെ അടിയിലൊരു ഇതോടി ഉണ്ട്. ഇതിന്റെ അടിയിൽ ഇതൊരു ഇതോടി ഉണ്ട്. ഈ നമുക്ക് ഈ സ്റ്റിക്കർ വേറെ അടിക്കാൻ പറ്റുമോ? കിട്ടാൻ വഴിയില്ലല്ലേ? എന്നാലും സ്റ്റിക്കർ ഇടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ക്ലിയർ അടിച്ച് റെഡിയാക്കാം. ഇങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. കട്ട് ചെയ്ത് കൊണ്ട് ഇത് ഒട്ടിച്ചു. ചേട്ടൻ ഒട്ടിച്ചു തരുമോ? ഞാൻ ഒട്ടിക്കില്ല, ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ ടാങ്ക് കൊണ്ട് ചേട്ടൻ പോവാണ്. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് ടാങ്ക് പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാണാം അല്ലേ? പക്ഷേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ടാങ്ക് രാകേഷ് ചേട്ടൻ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങാൻ പോവാണ്. ഇനി ഇതടിക്കണ്ടേ? കൊണ്ടുവന്നിട്ട് മറ്റേത് ഇതിന്റെ പുറത്താണോ വരണേ? ആ ഫ്യൂൾ ടാങ്കിന്റെ
ആ അപ്പോൾ അത് കുഴപ്പമില്ല. ഇവിടെ 2 സ്റ്റിക്കറും ഇവിടെ ഇങ്ങോട്ടുള്ളോ ടാങ്കുമ്പോൾ വരില്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അടിച്ചിട്ട് ഇന്ന് കൊണ്ടുവന്ന് ഇന്ന് തന്നെ നാളെ കാലത്ത് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ വരുമാനം ആയില്ലേ കാശ്? എടാ അല്ല ഇത് പിടിച്ചോ, സെറ്റായില്ലേ? പുതിയ ടാങ്കിൻ്റെ പോലെ ഇവിടെ ആയിട്ട് നമ്മുടെ ഞളക്കുണ്ടായത് ഒക്കെ ക്ലിയർ ചെയ്ത്. ഇനി നമ്മുടെ ടാങ്കിൽ ഒരു ഇതുകൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ആ മുന്നുണ്ടായ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ഫുള്ള് വെള്ള ടാങ്കാണ്. നമ്മുടെ ടാങ്കിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിക്കർ പോകുന്നുണ്ടായിരുന്നു, ഹിമാലയൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിക്കാൻ നമ്മൾ ഇനി കടയിൽ പോവാണ് നമ്മുടെ. അപ്പോൾ ഞാനത് ഇന്നലെ പോയി ചാലക്കുടിയിൽ ഞാനൊരു കടയിൽ അങ്ങനെ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ടാങ്ക് കൂടുന്ന കഴിഞ്ഞാൽ ആൾ ഒട്ടിച്ചേർന്ന് പറയണേ. ഇനിയിപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ കാഴ്ച നമ്മുടെ ടാങ്ക് അങ്ങനെ സ്റ്റിക്കർ വർക്ക് കൂടി ചെയ്ത് കിഡലിനാക്കി പക്കയായി. അപ്പോൾ അത് നമ്മളിത് ഇവിടെയാണ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഇനി വീണ്ടും നമ്മൾ കനകമല തന്നെ കൊണ്ടുകൊടുക്കാം. അപ്പോൾ രാകേഷിൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ പോവുക. കാരണം ഇനി ഇത് ക്ലിയർ കോട്ട് അടിക്കണം. ക്ലിയർ കോട്ട് അടിക്കണ്ടേ ഗൈസ്? അങ്ങനെ നമ്മുടെ ടാങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടാങ്കിൽ ഞളക്കം വന്നത് ഇവിടെയായിരുന്നു. അത് അങ്ങനെ ആൾ നിവർത്തി, ഉണ്ണിയായിട്ട് നിവർത്തി, പിന്നെ രാകേഷിട്ട് പെയിൻ്റ് അടിച്ച് കിടലിനാക്കി. പിന്നെ നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പുത്തൻ എങ്ങനെയോ ഒരു പുത്തൻ ടാങ്ക് ഇരിക്കണേ അതേമാതിരി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ ആയിരുന്നു ഒരു ഞളക്കം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഞളക്കമൊക്കെ പോയി ഈ കറക്റ്റ് ആ ലെവലിൽ തന്നെ ഇവിടെ എങ്ങനെയാണോ അവിടെ ഇവിടെയും അതേപോലെ തന്നെയായിരുന്നു. കൊള്ളാമല്ലേ? എനിക്കിത് ചെയ്യണതിന് ആകെ ചിലവ് വന്നത് 3500 രൂപയാണ് ചിലവ് വന്നത്. 1000 നിർത്താനും 2000 പെയിൻ്റ് അടിക്കാനും പിന്നെ 500 രൂപ ഇത് ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചതിനും. 500 ഒന്നും വന്നില്ല, ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 7000 കൊടുത്ത് പുതിയ ടാങ്ക് വാങ്ങണേ പകരം നമുക്കതിൻ്റെ പകുതിയുടെ കാശ് കൊണ്ട് നമുക്ക് നമ്മുടെ ടാങ്ക് തന്നെ പണിത് പുത്തനാക്കിയിട്ട് നമ്മൾ കൊള്ളാമല്ലേ? സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം.